മധുരം കിഴങ്ങ്, ഈ കാണുന്നത് മധുരം കിഴങ്ങ്. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മളുടെ ഗുണ്ട് അമിട്ടൊക്കെ പോലെയാണ് ഇത് കാണുമ്പോ, കണ്ടില്ലേ? അപ്പൊ ഇത് ഞാൻ എൻ്റെ പാഷൻ ഫ്രൂട്ട് ചെടിയുടെ കടയ്ക്കാണ് നട്ടത്. കടയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 അടി അകലത്തില്. അപ്പൊ ഇത് കഴിഞ്ഞ മഴ സീസണിലാണ് നട്ടത്. അപ്പോൾ കുറച്ചൊക്കെ നമ്മളുടെ മൊയിൽ വന്നിട്ട് തിന്നുപോയി, എന്നാലും കുറച്ചുണ്ട്. അപ്പൊ ഇത് പറിച്ചെടുക്കാണ്. അപ്പൊ സബിത് പറഞ്ഞു ഇതേ 2 എണ്ണം കള കൊണ്ടു എന്നൊക്കെ പറഞ്ഞു. അത് കുഴപ്പമില്ല, 1-2 എണ്ണം ഒക്കെ പോയാലും അത്യാവശ്യം നമുക്ക് കുറച്ച് കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഒരു 1/2 കിലോ മധുരം കിഴങ്ങാണ് കുഴിച്ചിട്ടത്. അപ്പൊ കുഴിച്ചിട്ടപ്പോൾ ആ കിഴങ്ങ് കുഴിച്ചിട്ടു, അതായിട്ട് തലയൊന്നും ഒടിച്ച് കുത്താൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഈ മധുരം കിഴങ്ങ് നമ്മൾ എടുത്തിട്ട് പുഴുങ്ങി തിന്നും, അല്ലെങ്കിൽ ഇതൊക്കെ ഫ്രൈ ചെയ്യാം. പല ഇതുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അടിപൊളി കണ്ടില്ലേ? വയലറ്റ്, ശരിക്കും നമ്മുടെ ബീട്രൂട്ട് പോലെ തന്നെ ഉണ്ട്. അപ്പം ഇതൊരു പകുതി വള്ളിച്ചെടിയാന്ന് പറയാം. കാരണം വെച്ചാൽ ഇത് വള്ളി പോലെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോവും. എന്നിട്ട് അതിൻ്റെ അടിയിലാണ് ഇതുപോലെ, കണ്ടില്ലേ, ഈ മധുരക്കിഴങ്ങ് ഉണ്ടാവുന്നത്. അപ്പം ഇത് വള്ളി ഇങ്ങനെ പടർന്നിട്ട് നമ്മളുടെ പടവലം പോലെയോ അല്ലെങ്കിൽ മത്തൻ പോലെ ഒന്നും മോളിക്കൊന്നും പോവില്ല. അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് പോലെ, കണ്ടോ? ഈ പാഷൻ ഫ്രൂട്ടൊക്കെ മോളിക്കുന്നുണ്ടോ? അതുപോലെ ഒന്നും വള്ളി മോളിക്കൂല. ഇത് നമ്മളുടെ നിലത്ത് തന്നെ, നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് കിടക്കുക. അവിടെ കിടന്നിട്ട് വേര് മുളയ്ക്കും, അതിൻ്റെ അടിയിലാണ് ഈ കിഴങ്ങുണ്ടാവുക. അപ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ്. ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ തോട്ടത്തിലും, എൻ്റെ അപ്പൻ്റെ തോട്ടത്തിൽ, കണ്ടോ? നോക്കിയാൽ കണ്ടാൽ തന്നെ കൊതിയാവും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാം, പുഴുങ്ങി തിന്നാം, വേവിച്ച് തിന്നാം. അപ്പോൾ ഇതിൻ്റെയാണ് മറ്റേ ഒരു ഇത് തമിഴ്നാട്ടിലൊക്കെ ഇതിൻ്റെ ഇതെടുത്തിട്ട് എന്താ സ്റ്റാർച്ച് ഇതൊക്കെ എടുത്തിട്ട് പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ അടിച്ചാണെങ്കിൽ കാണാം, കണ്ടില്ലേ? അപ്പം നമ്മളുടെ മധുരം കിഴങ്ങ് കിടന്ന സ്ഥലമാണിത്. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചു കൊടുത്തു. ഇനി കുറച്ച് വെള്ളം നനച്ചിട്ടാണ്, കാരണം ഇന്ന് ജനുവരി 30. അപ്പോൾ ഭൂമിയൊക്കെ വരണ്ട് കിടക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് നനച്ചിട്ട് അങ്ങോട്ട് കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇത് കൃഷി ചെയ്യാനായിട്ട് വലിയ സ്ഥലമൊന്നും വേണ്ട, കുറച്ച് സ്ഥലം മതി. അപ്പം ഞാനൊരു 10 അടിക്ക് എടുത്തിട്ടുള്ളൂ. 10 അടി 4 അടി വീതി. അപ്പോൾ 10 × 4 400 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഇതാണ്ടോ, നമ്മൾ 1 അടിക്ക് മണ്ണ് ഇളകി മറിഞ്ഞിറക്കണം. 1 അടി മിനിമം, 1 അടി മണ്ണ് ഇളകി മറിഞ്ഞിറക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ പിക്കാസ് കൊത്തി ഇളക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് വേണ്ട കൈക്കോട്ട് മണ്ണ് വെട്ടിയിടണം. അപ്പോൾ ഭൂമിയുടെ നിരപ്പിന്നായാലും ഭൂമിയുടെ നിരപ്പിൻ്റെ അടിയിലേക്കായാലും 1 അടി ഇത് മതി. അപ്പം ഞാൻ 1 അടി കൊത്തി മറിച്ചു. അത് കഴിഞ്ഞിട്ട് ഭൂനിരപ്പിൽ നിന്നും 1 അടി മുകളിലേക്കാണ് വെച്ചാൽ മതി. അപ്പോൾ നല്ല കിഴങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല വലുപ്പത്തിലുണ്ടാകാൻ പറ്റും. അതിന് ശേഷം കുറച്ച് ചാണകമൊക്കെ ഇടാൻ അങ്ങോട്ട് കൊത്തി ഇളക്കുക. അപ്പോൾ ചാണകം ഇപ്പോൾ ഇരിപ്പില്ലാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ നട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേരൊക്കെ മുളച്ചതിന് ശേഷം വീണ്ടും ചാണകമോ ചാരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളം ഇട്ട് കൊടുത്തോ. അപ്പം മധുരം കിഴങ്ങിന് കിലോയ്ക്ക് 60-70 രൂപയ്ക്കാണ് വില. അപ്പോൾ നമുക്ക് 1 കിലോ മധുരം കിഴങ്ങ് വേണ്ട, 1/2 കിലോ ഉണ്ടായാലും മതി. ഇത് ആദ്യം കുഴിച്ചിടുക, എന്നിട്ട് ഇതിൻ്റെ വള്ളി മുളച്ചു വരും. മുളച്ചു വരുമ്പോൾ ഒരു മീറ്ററോ അല്ലെങ്കിൽ ഒരു 2 അടിക്കൊക്കെ നീളം വരുമ്പോൾ അത് മുറിച്ച് അതിൻ്റെ തല, ആ വള്ളിയാണ് വീണ്ടും പറിച്ച് നടുക. ഇത് കൂർക്ക പോലെ തന്നെ, കൂർക്കയൊക്കെ നടന്ന പോലെ, എന്നാലും നല്ല ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ വേണ്ടോ 1 അടി ഉയരം, കണ്ടില്ലേ? മണ്ണിൻ്റെ ഉയരം നോക്കിയാൽ കണ്ടോ, 12 ഇഞ്ച് ഉയരം. വാട്ടർ ലെവലാണ് കാണിക്കുന്നത്, കണ്ടില്ലേ? എന്നിട്ട് 4 അടിയെങ്കിലും മിനിമം വീതി ഉണ്ടാവും. 4, 5, 6 ആവാം. അപ്പം ഞാൻ ഇപ്പോൾ 4 അടിക്ക് എടുത്തിട്ടുള്ളൂ. നമുക്ക് സ്വന്തം ആവശ്യത്തിനുള്ള മധുരം കിഴങ്ങാണ് ആവശ്യമുള്ളൂ, വിൽപ്പന ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ഇതൊരു ലാഭമില്ല. പക്ഷേ നമ്മളിത് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാൻ 1 മണിക്കൂറിൽ നമുക്ക് ഇഷ്ടം പോലെ ഇത് നട്ട് വയ്ക്കാം. കണ്ടോ, 1 മണിക്കൂർ ബുദ്ധിമുട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ തല
നേരത്തെ പറിച്ച കിഴങ്ങിൻ്റെ തല തന്നെ ഇപ്പോൾ നമ്മൾ കുഴിച്ചിടണം. ഇത് വേനൽക്കാലമാണ്, അപ്പോൾ എനിക്ക് വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളം ഉള്ള കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് നനച്ചു കൊടുക്കുക, പിന്നെ സ്പ്രിങ്ക്ലർ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ വളം ഇട്ടിട്ടില്ല, ഇനി വളം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇട്ടാലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ വേണ്ട, ഇത് നടന്ന് ഓരോ വള്ളിയുടെ ഒരു പീസ്, അതായത് ഒരു ചാൻ നീളം. ഒരു ചാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ചോ അല്ലെങ്കിൽ 5 ഇഞ്ചോ എടുത്തോ. എന്നിട്ടൊന്ന് മണ്ണ് മാന്ത, നമ്മുടെ തുരപ്പനയിൽ മാന്തണ പോലെ ഒരു മാന്ത്, എന്നിട്ട് അങ്ങോട്ട് വയ്ക്കുക. കണ്ടോ? എന്നിട്ട് തലപ്പ് നുള്ളി എടുത്തിട്ട് അത് കുഴിച്ചിടാണ്. കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ തലകൾ. അപ്പോൾ ഈ തലകളാണ് കൃഷി ചെയ്യാനും എടുക്കുക. ആദ്യം തന്നെ കായല്ല മധുരം കിഴങ്ങ് കുഴിച്ചിടുക. അതിൽ നിന്ന് വരുന്ന വള്ളിച്ചെടി മുറിച്ചെടുത്തിട്ട് വീണ്ടും മുറിച്ച് ആ വള്ളിയാണ് നട്ട് വയ്ക്കുക. എന്നാലാണ് നന്നായിട്ട് മധുരം കിഴങ്ങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇത്രയ്ക്കും ഒരു 400 സ്ക്വയർ ഫീറ്റ്, 10 അടി നീളവും ഒരു 4 അടി വീതി, അപ്പോൾ 400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അത് നടണമെങ്കിൽ ആ 1 മണിക്കൂറേ വേണ്ടൂ. ഒരു 70 രൂപയ്ക്കുള്ള മധുരം കിഴങ്ങ് അല്ലെങ്കിൽ 35 രൂപയ്ക്ക് 1/2 കിലോ മേടിക്കുക. അതിൻ്റെ വള്ളിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 കൊട്ടയോ അല്ലെങ്കിൽ ചട്ടി, സിമെൻറ്റ് ചട്ടി, ചാണകം. അതിനൊരു 100 രൂപ. അപ്പം 135 അല്ലെങ്കിൽ 140. പിന്നെ 1 മണിക്കൂർ ജോലി ചെയ്യണ കാശ്, അതൊരു 800 രൂപ എന്ന് കൂട്ടിക്കോ. അപ്പോൾ 800 രൂപയ്ക്ക് 1 മണിക്കൂറിന് 100 രൂപ കൂട്ടിയാൽ മതി. സ്വന്തമല്ല പണി. അപ്പോൾ വെറും ഒരു 200 രൂപയ്ക്ക് നമുക്ക് ഇത് ചെയ്തു. അപ്പം നമുക്ക് കിട്ടുന്നത് 200 രൂപയ്ക്ക് വരെ നമുക്കൊരു 10 കിലോ കിഴങ്ങല്ല, ഏറ്റവും കുറഞ്ഞ 10 കിലോ. നിങ്ങൾ വളമിട്ട് മര്യാദയ്ക്ക് നോക്കിയാൽ 10 കിലോ. 10 കിലോയ്ക്ക് ഇവിടെ 700 രൂപയുണ്ട് വില. അതും ഫ്രഷ്, തമിഴ്നാട്ടിൽ വരുന്ന മധുരമില്ലാത്തതല്ല. അപ്പോൾ ഇത് ഭയങ്കര മധുരമാണ്. അപ്പം ഞാൻ പറിച്ച കിഴങ്ങൊക്കെ സബിതയിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ സബിത ഞാൻ ചെല്ലുമ്പോഴേക്കും അവിടെ പുഴുങ്ങി കണ്ടീഷനാക്കി വയ്ക്കും. അപ്പോൾ നമുക്കിരുന്ന് പോയി കഴിച്ചാൽ മതി. അപ്പോൾ ഇത് നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോവും. അപ്പോൾ പിന്നെ ഇന്നത്തെ ഭക്ഷണം മധുരം കിഴങ്ങായിരിക്കും, സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പോൾ ഇത് വളരെ രുചികരമായിട്ടുള്ളൊരു ഭക്ഷണമാണ്. വളരെ കണ്ടില്ലേ, ഇതാണ് സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പോൾ പുഴുങ്ങി കണ്ടോ. അപ്പം നമ്മൾ ഫുള്ള് വെള്ളത്തിലിട്ട് പുഴുങ്ങരുത്, ആവിയിൽ സ്റ്റീമിൽ വായിച്ചെടുക്കണം. കണ്ടോ? അപ്പോൾ എൻ്റെ പേരക്കുട്ടി അതിൻ്റെ എസ്റ്റല് കണ്ടല്ലേ, ഇങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുന്നത്. കേട്ടോ? ആവി പാകുന്ന സ്വീറ്റ് പൊട്ടാറ്റോ, അതും വെളുപ്പിന് കാലത്ത് 7 മണി 8 മണി ആയിട്ടില്ല. കണ്ടോ? അപ്പോൾ ഈ തണുപ്പത്ത് ആവി പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതുപോലെ രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ വെറും 100 രൂപ ചിലവുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ ഇത് കൃഷി ചെയ്യുക. കൃഷിയല്ല, നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനുള്ളത് കൃഷി ചെയ്യുക. ഓക്കെ.